വായു മലിനീകരണത്തിനെതിരെ സർക്കാർ ഒരു പദ്ധതി വികസിപ്പിക്കേണ്ടത് പ്രധാനമാണ്. രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ അന്തരീക്ഷ മലിനീകരണ വിഷയം ലോക്സഭയിൽ ഉയർത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിഷയത്തിൽ പാർലമെന്റിൽ വ്യവസ്ഥാപരമായ ചർച്ച വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്തരീക്ഷ മലിനീകരണത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയെന്നാണ് ശൂന്യവേളയിൽ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വിളിച്ചത്. വിഷയം കക്ഷിഭേദമന്യേ ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷയം ലോക്സഭയിൽ ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചു. രാജ്യത്തെ വൻ നഗരങ്ങൾ വിഷവായുവിൻ്റെ ആവരണത്തിലാണ് ജീവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ശ്വാസകോശ രോഗങ്ങളുടെ പിടിയിലാണ്. അവരുടെ ഭാവി ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ആളുകൾ അർബുദബാധിതരാകുന്നു. പ്രായമായവർ ശ്വാസമുട്ടുകൊണ്ട് കഷ്ടപ്പെടുന്നു. ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും യോജിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ സഭ ഐക്യത്തോടെ തന്നെ നിലകൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതൊരു പ്രത്യയശാസ്ത്ര വിഷയമല്ല. സഭയിലെ ഏവരും അന്തരീക്ഷ മലിനീകരണ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണം. ഇതിൻ്റെ കേട് നമ്മുടെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നാം സഹകരിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. നഗരങ്ങളിലെ മലിനീകരണം കുറയ്ക്കാൻ സർക്കാർ പദ്ധതികൾ വികസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സർക്കാർ അത്തരമൊരു പദ്ധതി ഉണ്ടാക്കിയാൽ സഹകരിക്കാൻ പ്രതിപക്ഷം ഒരുക്കമാണ്. ഓരോ നഗരത്തിനും വേണ്ടി പ്രധാനമന്ത്രി ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. നമ്മുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുലിനെ അറിയിച്ചു. ഇതിനായി ലോക്സഭയുടെ ബിസിനസ് ഉപദേശക സമിതി സമയം അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ദിവസവും അന്തരീക്ഷ മലിനീകരണ വിഷയത്തിൽ സഭയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. ഡൽഹിയിൽ നിന്ന് പാർലമെന്റ് സമ്മേളനങ്ങൾ മാറ്റണമെന്നും ബീജിംഗ് ശൈലിയിലുള്ള വായു ശുദ്ധീകരണ പദ്ധതി വേഗത്തിലാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിലവിൽ വർദ്ധിച്ചു വരുന്ന ഉയർന്ന മലിനീകരണം കണക്കിലെടുത്താണ് അംഗങ്ങൾ ഇക്കാര്യം സഭയിൽ പരാമർശിച്ചത്. വിഷവായു രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിസന്ധിയായിരിക്കുകയാണെന്നും അടിയന്തര നടപടികൾ വേണമെന്നും അവർ ചൂണ്ടിക്കാട്ടി.